ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേമസ് ട്രിവാൻഡ്രത്തുള്ള മലിബു. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഫ്രണ്ട്സൊക്കെ ഇന്നത്തെ ഡിന്നർ ഇവിടെ ആക്കാമെന്ന് വെച്ചു. പ്രത്യേകിച്ച് നമ്മുടെ അഭിജിത്തിൻ്റെ ഐഡിയ. പിന്നെ നമ്മുടെ സ്വത്തും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന് പിന്നെ കുറേ ലൈറ്റും സൗണ്ടും കണ്ടാൽ തന്നെ അവന് ഉഷാർ. ഞങ്ങൾ മലിവിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളൊക്കെ മുന്നേ ഫസ്റ്റ് അടിച്ച് തീർത്ത ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വെയിറ്റ്. പിന്നെ കുട്ടിയായിട്ട് കുറച്ച് നേരം കളിച്ച് ചിരിച്ച് ഞങ്ങളും ചെറുതായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അഭിജിത്ത് എന്നവളും ഇവിടെ തമിഴ് അഭിജിത്തിനെ കുറിച്ച് എന്തൊക്കെയോ കുറ്റം കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവനെ കണ്ട അത് പഠിക്കരുതെന്നോ, ഇവൻ ഇങ്ങനെയാണെന്നോ, ഇവനെ നോക്കി വെച്ചോ, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ ഗെയിം കളിക്കില്ല ചേട്ടാന്ന് അഭിജിത്ത് ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്ന് ഗെയിമൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. മലിബൂല് പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വരുന്ന ടൈം വരെ നമുക്ക് അവിടുത്തെ മൂവീസും ഗെയിമിങ്ങും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. അല്ലെങ്കിലേ നമുക്ക് ചീത്തപ്പേരാണ് ഇവനൊരു ഫോൺ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യം തമിഴിന് കാർ ഓടിക്കണമെന്ന് പറഞ്ഞ് അവൻ കയറി സീറ്റിലിരുന്നു. പക്ഷെ അവൻ്റെ വണ്ടി ഓടിയില്ല. എന്നിട്ട് അവിടുത്തെ ചേട്ടനെ വിളിച്ചു വരുത്തി ചേട്ടൻ ഓടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോനെ ഇത് ഗിയർ മാറ്റിയാലേ വണ്ടി ഓടുള്ളൂ, ഇവിടെ പിടിച്ച് ഞെക്കിയാൽ മതിയെന്ന്. അങ്ങനെ നമ്മുടെ തമിഴ് തലാജിത്തിനെ മാതിരി കാറ് ട്രാക്കിലൂടെ അല്ല, അവൻ ഏതൊക്കെയോ പുല്ലുകൂടെയും പറമ്പ് കൂടെ ഒക്കെ ഓടിച്ച് എങ്ങനെയൊക്കെയോ കാർ ഓടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടിട്ട് എൻ്റെ മോനെ ഇത് കൊള്ളാലോ, സൂപ്പർ. പാവം നമ്മുടെ റിച്ചൂട്ടൻ ഗെയിം കണ്ടൊക്കെ ആസ്വദിച്ചിരുന്നല്ലേ എന്ന് കരുതി ഞാൻ വിചാരിച്ചു അവനെയും കൂടി കൂട്ടി കുറച്ച് നേരം വണ്ടി ഓടിച്ച് കളിക്കാം. പക്ഷെ അവനാണെങ്കിൽ അച്ചങ്ങോട്ട് മാറും, ഞാൻ ഓടിച്ച് ജയിപ്പിക്കുക എന്നുള്ള മെൻറ്റാലിറ്റിയിലായിരുന്നു അവൻ തിരിച്ചു. പിന്നെ കുറച്ച് നേരം വണ്ടി ഓടിച്ചപ്പോഴാണ് മനസ്സിലായത് പാവം നമ്മുടെ തമിഴിൻ്റെ തെറ്റല്ലേ. ഈ വണ്ടി എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞാലോ ആരെങ്കിലും ഇടിച്ചാലോ പിന്നെ അവിടെ കിടന്ന് ഇറങ്ങുള്ളൂ, മര്യാദയ്ക്ക് റൂട്ടിൽ കൂടെ പോവില്ല. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ എവിടെ പോയാലും ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ ഇരുന്നു. പിന്നെ നമ്മുടെ റീച്ചൂട്ടനാകെ കൂക്കും വിളിയൊക്കെ, അവൻ നല്ല ഹാപ്പിയാണ്. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും എല്ലാവരും ഒരു അനിമേ ടീമിലാണ് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നറൂട്ടോൻ്റെ കുറേ ബുക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സായിട്ട് ഈവനിങ് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിട്ടാണ് എനിക്കും തോന്നിയത്. അതിൻ്റേതായിട്ടുള്ള ആ മ്യൂസിക്കും ആ വൈബും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പാർട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. ഞങ്ങൾ കുറച്ച് ബർഗേഴ്സും തീർത്തേക്ക് ഒരു വെജ് ബർഗറും ഒരു റൈസ് ബൗളൊക്കെയാണ് ഓർഡർ ചെയ്തത്. നല്ല രീതിക്ക് തന്നെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അഭിജിത്തിൻ്റെ ഒരു ബർഗർ കഴിക്കാനുള്ള ഒരുക്കമാനാണ്. ഇവനാണ് നമ്മുടെ മെയിൻ, ഇവനാണ് നമ്മളെ മലുവിലേക്ക് കൊണ്ടുവന്നതും ഇവിടുത്തെ ജോ ബ്രേക്കർ ബർഗർ കഴിക്കണം എന്നെല്ലാം പറഞ്ഞു. ആദ്യം ഞങ്ങൾക്ക് ചുമ്മാ ജോ ബ്രേക്കർ ബർഗർ ഓർഡർ ചെയ്തിട്ട് ചുമ്മാ ഒരു ബർഗറാണ് കൊണ്ടുവന്നത്. പിന്നെ സ്പെഷ്യലി അവിടുത്തെ സപ്ലയറിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ് ഞങ്ങൾക്ക് റീല് കണ്ട പോലെ തന്നെ ചീസൊക്കെ ഒഴിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു ചീസിൻ്റെ മഗ്ഗെല്ലാം തന്ന്.
ഇതാദ്യം കഴിച്ചു നോക്ക് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്നോ? അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ടേസ്റ്റ് എന്റെ പച്ചമാംസത്തിലേക്ക് ടേസ്റ്റ് അറിയണില്ല. പാവത്തിന് ടേസ്റ്റ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടായിരുന്നു. മുഖത്ത് മൊത്തം ചീസായി പിന്നെ മുഖം പൊത്തിയിട്ടാണ് ലാസ്റ്റ് കൈ കഴുകാൻ പോയത്. അവിടെ നമ്മുടെ റിച്ച് കൂട്ടനാണെങ്കിൽ ഉറക്കം വന്ന് വാശിയായപ്പോൾ നമ്മൾ പിന്നെ ടേബിളൊന്നും പോയി കഴിക്കാൻ പോയില്ല. ഓർഡർ ചെയ്ത ഫുഡെല്ലാം ഞങ്ങൾ അവിടെ സോഫയിൽ ഇരുന്ന് കഴിച്ച് തീർത്തു. സത്യം പറഞ്ഞാൽ ആ ഓർഡർ ചെയ്ത ഫുഡൊന്നും മതിയാവേണ്ട ലാസ്റ്റ് ഞങ്ങൾ ദേശി കപ്പിൽ പോയി 4 ഷെയ്ക്കും മേടിച്ച് കുടിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോന്നു.